രേണുസുതി നാട്ടിലെത്തിയപ്പോൾ അവൾ അവളുടെ പ്രണയകഥ പറഞ്ഞിരുന്നു. അവൾ ഒരാളുമായി പ്രണയത്തിലാണ്. അയാൾക്ക് കൊടുത്തത് ഒരൊറ്റ കണ്ടീഷനാണ്, എൻ്റെ 2 മക്കളെയും നോക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവളുടെ വീഡിയോസിൻ്റെ പിന്നാലെ പോയി ഫിറോസ്ക ഇട്ടൊരു കമൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് കൊടുക്കുന്ന ആൻസർ ഒന്ന് കേട്ട് നോക്കാം. രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ, ഇക്ക താൻ എൻ്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എൻ്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേട്ടൻ്റെ 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. എനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എന്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നു? ഇല്ലല്ലോ. അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ള ഇവളുടെ ഈ മറുപടി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, വിധവയായ ഒരു പെണ്ണിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. ഫിറോസ്ക ചോദിച്ചത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എന്താ പറയുക, മക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തെന്ന് വെച്ച് ഇവർ ഇങ്ങനെ കലാകാലം ഇങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. രേണു എടുത്തത് നല്ലൊരു തീരുമാനം തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എന്താ, ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീടൊരിക്കലും തിരിച്ച് ചോദിക്കാൻ പറ്റില്ല. എന്താ, നമ്മൾ മക്കൾക്കാണ് കൊടുത്തത്. അവൾ അവളുടെ മക്കളെ നോക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു വീട് മക്കൾക്ക് വെച്ച് കൊടുത്തെന്ന് വെച്ച് അവളെന്നും ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്കും ഉണ്ടാവില്ലേ സ്വപ്നങ്ങളും എല്ലാം. ഇത് പിന്നെ പൊതുവേ ഉണ്ട്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ നോക്കി ജീവിക്കണം എന്നുള്ള ഒരു തോന്നലുള്ള ആൾക്കാർ. അഥവാ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. അതും പേടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വിവാഹം കഴിക്കാതെ ഇങ്ങനെ ഒറ്റത്തടിയായി ജീവിക്കുന്നുണ്ട്. അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർക്കുണ്ടാവും സ്വപ്നങ്ങളും ഇതെല്ലാം. ഒരു ഭർത്താവ് മരിച്ചെന്ന് കരുതി അവരുടെ ജീവിതം ഒരിക്കലും നമ്മൾ ഇതാക്കി കളയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ലൊരു മരുമകളൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർക്കിങ്ങനെ ഇത് നഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മക്കൾക്ക് നല്ലൊരു അച്ഛനോ ഒക്കെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർ നോക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ജീവിതം അവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പ്രയാസങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. വളരെ നല്ല